എല്ലാവർക്കും നമസ്കാരം. നെയ്വിളക്ക് വീട്ടിൽ കത്തിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വീഡിയോ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ചിരാത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബ്രാസിൻ്റെ ഒരു ചിരാതാണ്, മണ്ണിൻ്റെ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിരാത് എടുക്കുക. ചിരാത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതിനകത്ത് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട്, ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഇത് പച്ചക്കർപ്പൂരം, അത് കുറച്ച് പൊടിച്ചതിനകത്തേക്ക് ചേർക്കുക. അത് ചൂടായി കഴിയുമ്പോൾ അത് ഒരിക്കലത്തേക്ക് ചേർന്നോളൂ, കുറച്ച് ഇട്ടോളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ തിരി. ഇത് കരിയാത്തൊരു തിരിയാണ്. ഇപ്പം ഇങ്ങനത്തെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. ഇതാണ് ഈ തിരി. അപ്പോൾ ഇത് ഒരെണ്ണം അതിലേക്ക് ഇടുക. ഇട്ടുണ്ട് ഇവിടെ തിരി ഇട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഈ സാധനം കരിഞ്ഞ് അങ്ങോട്ട് ഫുള്ള് മണം വരില്ല. കത്തി ഇത് എണ്ണ തീർന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് കെട്ട് പോയിക്കോളും. ഇതാണ് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് വീഡിയോ ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചാണ്. അപ്പോൾ ഇത് കത്തിക്കാം. അപ്പോൾ ഇങ്ങനെ കത്തിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിച്ചിട്ട് കഴിയുമ്പോഴേക്കും ഇതൊന്നൊരു നല്ലൊരു വാസന ഇതിനകത്ത് വരും. മാത്രമല്ല നല്ലൊരു പോസിറ്റീവായ എനർജിയും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഓരോ മുറികളിലും കത്തിച്ച് വെക്കാവുന്നതാണ്. ഇത് കത്തി വരുമ്പോഴേ കുറച്ചുകൂടി കഴിയുമ്പോഴാണെങ്കിൽ അതിന് പെർഫ്യൂം കിട്ടുക നമുക്ക്. അപ്പോൾ പച്ചക്കർപ്പൂരം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കത്തി തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ നമ്മളത് ചെയ്തിട്ട് ഞാൻ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി പച്ചക്കർപ്പൂരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ സ്മെല്ല് ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി നേരം കഴിയണം. ആ നെയ്യെല്ലാം ഉരുകി കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് സ്മെല്ല് വരിക. സ്മെല്ല് വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ റൂമിൽ ഒരു 5 മിനിറ്റ് വെക്കുക, അടുത്ത റൂമിൽ കൊണ്ട് വെക്കുക. അങ്ങനെ എല്ലാ മുറികളിലും ഇത് മാറി മാറി വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും പുറത്തിറങ്ങിയിട്ട് വീടിനകത്തോട്ട് കയറുമ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്പലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെയ്യ് കത്തിക്കുന്നതുകൊണ്ടാണ് ശ്രീകോവിലിൻ്റെ അകത്ത് നമുക്ക് അതീവ ചൈതന്യവും അതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അതേ ഒരു എനർജി തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചന്ദനത്തിരി കത്തിക്കുന്നവരല്ല, അല്ലെങ്കിൽ സാമ്പ്രാണി കത്തിക്കുന്നവരല്ല, ഇത് എൻ്റയർലി ഡിഫറെൻ്റാണ്. നിങ്ങളത് പരീക്ഷിച്ച് നോക്കണം, എന്തായാലും പരീക്ഷിച്ച് നോക്കണം. അതുകൊണ്ട് വേറെ യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി ഞാൻ ഈ സാമ്പ്രാണിത്തിരി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അവിടെ പുക ഉണ്ടാക്കുന്നതെന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാം. വീടിൻ്റെ അകത്ത് സ്മഡ്ജിങ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ തേങ്ങയുടെ മടലിനകത്ത് തീയിട്ടിട്ട് കനല് പോലെ ആക്കിയിട്ട് അതിനകത്ത് ഇതുപോലുള്ള പൊടികളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ പുകയിടുന്നത്. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള പുക ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, സ്ഥിരമായിട്ട് പുക ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുമരുകളിലൊക്കെ ഈ പുക പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വല്ലപ്പോഴും അങ്ങനെ ചെയ്യാം. പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടെക്നിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പേരിലാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രാസിൻ്റെ ഒരു പാത്രം മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതാകുമ്പോൾ പൊട്ടിയൊന്നുമില്ല. ഗ്ലാസിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ കൊല്ലൂർ മൂകാംബികയുടെ ഫ്രണ്ടിലുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ചിത്രമൂല എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അവിടെ ഇതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ വിലയും കുറവാണ് കടയിൽ. എന്നിട്ട് ഗ്ലാസിൻ്റെ ഒരു ബൗളിൽ ഞാൻ വെച്ചേക്കാണ് ചാരം പുറത്തേക്ക് വീഴാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതുപോലെ വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദശാംഗമാണ്. പിന്നെ നമ്മുടെ പച്ചക്കർപ്പൂരം ഇരിപ്പുണ്ട്. ഈ ഒരു സാമ്പ്രാണി ഉണ്ട്. സാമ്പ്രാണി ഒന്ന് കത്തിക്കും. സാമ്പ്രാണി ഇങ്ങനെ കത്തിച്ച് കഴിയുമ്പോഴേക്കും അത് കെട്ട് കഴിയുമ്പോഴേക്കും അത് പുക വന്ന് തുടങ്ങും. അപ്പോൾ അത് മതി. അങ്ങനെ 4 സൈഡിലും ആയിട്ടില്ല. ഒന്ന് കത്തി. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് നോർമലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അതങ്ങനെ കത്തിക്കോളും. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചരിച്ചിങ്ങനെ വെക്കും. സാധനം ചരിച്ചിങ്ങനെ വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറേശ്ശെ നമ്മുടെ ഈ പൊടികൾ ദശാംഗം ഉണ്ടോ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അത് ഇവിടെ അത് കെട്ടുപോകും. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കത്തി കഴിയുമ്പോൾ കുറേശ്ശെ അതിനകത്തേക്ക്
ഇപ്പോൾ ദശാംഗത്തിന് നല്ല പെർഫ്യൂം, നല്ല പ്രത്യേക ഒരു വാസന വരുന്നുണ്ട്. പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ മുകളിലേക്ക് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. നല്ലൊരു വാസന നമ്മുടെ കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മുടെ റൂമിൻ്റെ എനർജി വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ സാധാരണ ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ മഹാകാളി ഹീലിംഗ് ചെയ്യുമ്പോൾ സാധാരണ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ കത്തിക്കാറുണ്ട്. അതുപോലെ നെയ്വിളക്ക് ഞാൻ സാധാരണ ആ സമയത്തല്ല, നെയ്വിളക്ക് വീട്ടിൽ വൈകുന്നേരമാണ് കത്തിക്കുന്നത്. വൈകുന്നേരം സമയത്ത് കത്തിക്കുന്നു. നമ്മൾ നെയ്വിളക്ക് ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെയ്യൊക്കെ ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വാസന വന്നു തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കർപ്പൂരത്തിൻ്റെ വാസന അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി വാസന രണ്ടും കൂടി ആയപ്പോൾ നല്ലൊരു സ്പിരിച്വൽ ഒരു പെർഫ്യൂം നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തൊക്കെ ഇരിക്കുന്നതേ ഒരു അനുഭവം, ഒരു ഫീലിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷ നോക്കുക. അത് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. ഒരുപാട് പുകയൊന്നുമില്ല, ചെറിയ പുകയുള്ളെങ്കിലും ആ പുകയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പവറുണ്ട്, വൈബ്രേഷൻ ഉണ്ട്. ചെയ്ത് നോക്കാം എല്ലാവരും.